ഈ സീനിൽ ലിയാങ് മിററിൽ നോക്കി ഒരുപാട് ഹാപ്പി ആയിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾ പോകാൻ പോകുന്നത് ക്യുവാൻ പ്രോമിസ് ചെയ്ത ആ ഡിന്നറിനാണ്. താൻ ജുൻഹയിൽ വന്നതിന് തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ഡിന്നർ തരാമെന്ന് ക്യുവാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൾ എക്സ്പെക്ട് ചെയ്യുന്നതും ക്യുവാനെ ആയിരുന്നു. പക്ഷെ അവിടേക്ക് വരുമ്പോഴാണ് കാണുന്നത് അവിടെ ഇരിക്കുന്നത് മറ്റൊരു പാർട്ട്ണറായ ലീജുനാണ്. ലീജുനെ കാണുമ്പോഴേ അവളുടെ ഹാപ്പി മൂഡെല്ലാം മാറുന്നുണ്ട്. പക്ഷെ എന്നിട്ടും തന്റെ ഫേസിൽ ഒരു സ്മൈലോടെ അവൾ ലീജുനോട് സംസാരിക്കുന്നു. ലീജുൻ ഒഫീഷ്യലി ജുൻഹ ലോ ഫേമിലേക്ക് ലിയാനെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലിയാങ് സാഡായിട്ട് അവിടുന്ന് പോകുന്നു. ക്യുവാനെ കുറിച്ചെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ഓഫീസിൽ ലിയാങ് ഓരോരോ റീസൺസ് കണ്ടെത്തി ക്യുവാന്റെ ഓഫീസിലേക്ക് പോകുമായിരുന്നു അവനോട് സംസാരിക്കാൻ. പക്ഷെ ക്യുവാനാകട്ടെ അവളെ ഒരുപാട് എന്റർടൈൻ ചെയ്യുന്നില്ല. അതിനുശേഷം അവൾ വരുന്നത് പ്രിന്റർ മെഷീൻ അടുത്തേക്കാണ്. യാവു അവിടെ നിൽപ്പുണ്ടായിരുന്നു. ലിയാനെ കാണുമ്പോൾ താങ്കൾക്ക് വേണ്ടി ഞാനിത് സ്കാൻ ചെയ്ത് തരാമെന്ന് അവൾ ഓഫർ ചെയ്യുന്നുണ്ട്. ലിയാങ് അവിടെ നിന്ന് യാവിനോട് സംസാരിക്കുന്നുണ്ട്. യാവിന്റെ ലാപ്ടോപ്പും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വിചാറ്റും ലാപ്ടോപ്പിൽ കണക്റ്റഡ് ആയിരുന്നു. സോ ക്യുവാന്റെ മെസ്സേജ് അതിൽ വരുന്നുണ്ട്. ഇത് ലിയാങ് കാണുകയും ചെയ്യുന്നു. കുറച്ച് ടൈം നിന്റെ ബോയ് ഫ്രണ്ടിനും നീ കൊടുക്കാൻ വേണ്ടിയാണ് ക്യുവാൻ യാവുന് അയച്ച മെസ്സേജ്. ഈ മെസ്സേജ് കാണുമ്പോൾ ലിയാങ്ങിന് സംശയം തോന്നുന്നു, ഇനി യാവും ക്യുവാനും റിലേഷൻഷിപ്പിലാണോ എന്ന്. ലിയാങ് ഓഫീസിൽ വന്ന ശേഷവും ഈ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അവൾ വെബ്സൈറ്റിൽ കയറി ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. വെബ്സൈറ്റിൽ റീസെന്റ് ട്രിപ്പിന്റെയും മറ്റും കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലെ 2-3 ഫോട്ടോസ് കാണുമ്പോൾ ലിയാങ്ങിന്റെ സംശയം ഓൾമോസ്റ്റ് കൺഫേം ആകുന്നുണ്ട്. കാരണം ആ ഫോട്ടോസിലെല്ലാം ക്യുവാൻ നോക്കുന്നത് യാവുനെയാണ്. സോ ഇവർ രണ്ടുപേരും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആകാനുള്ള പ്രോബിലിറ്റി കൂടുതലാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. സോ സത്യം വെളിയിൽ വരാൻ വേണ്ടി ലിയാങ് തന്റെ കണ്ണിങ്നെസ് യൂസ് ചെയ്ത് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടി കോഫി മെഷീൻ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ ആ ഓഫീസിലെ ഗോസിപ്പ് ക്യൂൻ ഇരിപ്പുണ്ടായിരുന്നു. ലിയാങ് അവളോട് ബോസ് ലേഡി എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നു. ആ പെൺകുട്ടിക്കാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിനക്കറിയില്ലേ, യാവു ക്യുവാന്റെ ഗേൾ ഫ്രണ്ടാണ്. യാവുന് മിക്കവാറും ഈ ഫേമിൽ ജോബ് കിട്ടാനും കാരണം അവരുടെ ഈ റിലേഷൻ ആയിരിക്കും. അല്ലെങ്കിലും തന്റെ ഗേൾ ഫ്രണ്ടിനെ എപ്പോഴും ക്ലോസ് ആക്കി നിർത്താനല്ലേ ഏത് ബോയ് ഫ്രണ്ട് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം കേട്ട് ആ ഗേൾ ആകട്ടെ വളരെ സർപ്രൈസ് ആകുന്നുണ്ട്. പോകുന്നതിന് മുന്നേ ലിയാങ് ഒരു കാര്യം കൂടി ഗേളിനോട് പറയുന്നു. ഈ കാര്യം മറ്റാരോടും പറയരുതെന്ന്. ഒബ്വിയസ്ലി ഓഫീസിലെ ഗോസിപ്പ് ക്യൂനാണ്. പറയാതിരിക്കോ ഈ കാര്യം അവൾ എല്ലാവരോടും പറയുന്നു. ഓഫീസ് മുഴുവൻ ഈ ന്യൂസ് സ്പ്രെഡ് ആകുന്നുണ്ട്. ടാങ്ങും സർപ്രൈസ് ആകുന്നു. ഈ സീക്രട്ട് നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെയാണ് പബ്ലിക് ആയെന്ന്. ഈ ന്യൂസിന്റെ കൂട്ടത്തിൽ ഓഫീസിൽ മറ്റൊരു ന്യൂസ് കൂടി സ്പ്രെഡ് ആകുന്നുണ്ട്. ചെങ് യാവുവിന്റെ സിസ്റ്ററായ ചെങ്സി ലീജിന്റെ പിറകെയാണെന്ന്. ഈ 2 സിസ്റ്റേഴ്സും കൂടി നമ്മളുടെ ബോസുകളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ യാവു കുടിക്കാനായി വെള്ളം എടുക്കാൻ വരുമ്പോൾ 2 കൊളീഗ്സുമായി അവളുടെ ഫൈറ്റ് നടക്കുന്നു. ആ കൊളീഗ്സ് അവളെ കുറിച്ച് ഒരുപാട് മോശമായി പറയുന്നുണ്ട്. ക്യുവാനുമായുള്ള നിന്റെ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നിനക്ക് ഈ ഓഫീസിൽ ജോലി കിട്ടുന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ലിയാങ് അവിടേക്ക് വന്ന് ജുൻഹ ലോ ഫോമിനെ കുറിച്ചും ഇവിടുത്തെ റൂൾസിനെ കുറിച്ചും നിങ്ങൾ ഡൗട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ആർക്കും എന്ത് പൊസിഷൻ കിട്ടിയാലും അതെല്ലാം അവളുടെ ഹാർഡ് വർക്കും മെറിറ്റും കൊണ്ടാണ്. ചെങ്ങിയാവ് ഈ ഓഫീസിൽ എന്ത് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അവളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ്. പിന്നെ അവളുടെ പേഴ്സണൽ റിലേഷൻ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾക്കാർക്കും ഒരു റൈറ്റും ഇല്ലെന്നും ലിയാങ് പറയുന്നുണ്ട്. ലിയാങ് ഈ പറയുന്നെല്ലാം കേൾക്കുമ്പോൾ യാവു ലിയാങ്ങിൽ കൂടുതൽ ഇംപ്രസ് ആകുന്നുണ്ട്. അതിനുശേഷം ലിയാങ് യാവുനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. നീയും ക്യുവാനും റിലേഷനിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നീ എങ്ങനെയാണ് ക്യുവാനെ പോലെ ഒരാളുടെ മനസ്സ് ജയിച്ചെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ലിയാങ് ശ്രമിക്കുന്നത് യാവുവിന്റെ വായിന്ന് അവരുടെ എന്തെങ്കിലും സീക്രട്സ് അറിയാൻ വേണ്ടിയാണ്. പക്ഷെ യാവു ആകട്ടെ ഡയറക്റ്റ് ആയിട്ട് ഒരു ആൻസറും പറയുന്നില്ല. അവരുടെ റിലേഷനെ കുറിച്ചും അവർ എങ്ങനെയാ റിലേഷൻഷിപ്പിലായുള്ള കാര്യങ്ങളൊന്നും യാവു തുറന്നു പറയുന്നില്ല. ലിയാങ് യാവുവിനോട് നോക്കൂ, ഇപ്പോൾ ഓഫീസിൽ നിന്നെ കുറിച്ച് ഒരുപാട് ഗോസിപ്സ് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ക്യുവാന്റെ ടീമിൽ വർക്ക് ചെയ്യാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ടീമിലേക്ക് വരാം. എൻ്റെ ടീമിലേക്ക് നിനക്ക് എപ്പോഴും വെൽക്കം ആയിരിക്കും എന്നും ലിയാങ് പറയുന്നുണ്ട്. ഓഫീസിന് ശേഷം യാവു നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കല്ല, പകരം ചെൻസിയുടെ വീട്ടിലേക്കാണ്. ചെൻസി വരുമ്പോൾ യാവു അവിടെ കിടക്കുന്ന കാണുന്നു. ഞാൻ ഇന്ന് ഒരുപാട് അപ്സെറ്റാണ്.
കാരണം എൻ്റെയും ക്യുവാൻ്റെ റിലേഷനെ കുറിച്ച് ഓഫീസിൽ ഫുൾ സ്പ്രെഡായി. ഇതെങ്ങനെ പുറത്തായെന്ന കാര്യം എനിക്കറിയില്ല എന്നും അവൾ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ചെൻസി വറീഡ് ആകുന്നുണ്ടെങ്കിലും അവൾ യാവുവിന് ധൈര്യം കൊടുക്കുന്നു. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരിക്കലും നിന്റെ ജോബ് കളയരുത്. ഈ സാഹചര്യത്തിൽ ക്യുവാൻ്റെ ടീം വിട്ട് ഞാൻ ലോയൽ ലിയാങ്ങിന്റെ ടീം ജോയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു യാവ് പറയുന്നുണ്ട്. അതേസമയം ക്യുവാനാണ് കാണിക്കുന്നത്. ക്യുവാൻ ബാവുവിന്റെ കൂടെ ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി മറ്റൊരു ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് ലേറ്റായിട്ടാണ് മീറ്റിംഗ് തീരുന്നത്. ക്യുവാൻ വെളിയിലേക്ക് വരുമ്പോൾ ബാവുവിനോട് ഇന്ന് ഓഫീസിൽ ഒരു സംഭവം നടന്നു. താങ്കളുടെയും യാവുവിന്റെ റിലേഷനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. പക്ഷെ ബോസ്, ഞാൻ താങ്കളോട് പ്രോമിസ് ചെയ്യാം, ഞങ്ങൾ 3 പേരും ആരുമല്ല ഈ കാര്യം വെളിയിൽ പറഞ്ഞെന്നും ബാവു പറയുന്നുണ്ട്. എന്റെ റിട്ടേൺ ടിക്കറ്റ് നാളത്തേക്ക് തന്നെ ബുക്ക് ചെയ്യാൻ ക്യുവാൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ യാവ് ഓഫീസിലേക്ക് വരുന്നു. അവൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യം ക്യുവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ക്യുവാൻ വന്ന ഉടനെ യാവിന്റെ കയ്യിൽ പിടിക്കുന്നു. എന്നിട്ട് അവളെ തൻ്റെ കൂടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായി, നിങ്ങൾക്കറിയാവുന്ന പോലെ യാവു എൻ്റെ ഗേൾഫ്രണ്ടാണ്. ഞങ്ങളെക്കുറിച്ച് ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യുന്ന ആളുകളോട് ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യാവു അല്ല എൻ്റെ പിറകെ വന്നത്, പകരം ഞാനാണ് യാവിനെ ചേസ് ചെയ്ത്. എനിക്കാണ് ആദ്യം ഇവളോട് സ്നേഹം തോന്നിയത്. ഞാനാണ് ഇവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് യാവിനെ കുറിച്ച് ഈ ഓഫീസിൽ ആരും റോങ് ആയിട്ടുള്ള ഒരു കാര്യം സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പ്രോമിസ് ചെയ്യാം. ഈ ഓഫീസിൽ നിങ്ങൾക്ക് എന്താണോ സ്ഥാനം, ആ സ്ഥാനം തന്നെയാണ് യാവിനുള്ളത്. ഞങ്ങൾ റിലേഷനിലായതുകൊണ്ട് ഇവൾക്ക് ഈ ഓഫീസിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാകില്ല. ബാക്കിയുള്ള എംപ്ലോയീസിനെ പോലെ തന്നെ ഇവളും വർക്ക് ചെയ്യണം. ബാക്കിയുള്ളവരെ പോലെ തന്നെ ഇവൾക്കും പ്രൊമോഷൻ കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. ക്യുവാൻ്റെ ടോക്ക് കേട്ട് എല്ലാ എംപ്ലോയീസും ഇംപ്രസ് ആകുന്നുണ്ട്. ടാങ് അപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ ഫേസ് ഒരുപാട് ബാഡായിട്ട് ഇരിക്കുകയായിരുന്നു. അവൾക്ക് ലിയാങ്ങിൽ ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട്. അതിനുശേഷം ക്യുവാൻ നേരെ വരുന്നത് ലിയാങ്ങിന്റെ ഓഫീസിലേക്കാണ്. യാവു നിന്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ശരി, അവളുടെ താല്പര്യം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. യാവു നല്ലൊരു ഗേളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്. നീ അവളെ നന്നായിട്ട് കെയർ ചെയ്യണമെന്നും പറയുന്നുണ്ട്. യാവു ടീം വിടുകയാണെന്ന് അറിയുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഒരുപാട് സാഡ് ആകുന്നുണ്ട്. ക്യുവാന്റെ ടീം വിട്ട് അവൾ ലിയാങ്ങിന്റെ ടീമിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് അവൾക്ക് ഡെസ്ക് മാറേണ്ട ആവശ്യമുണ്ട്. ലിയാങ് ജുൻഹൻ ലോ ഫോമിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അവളുടെ കൂടെ കുറച്ച് ലോയേഴ്സിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അവരായിരുന്നു അവളുടെ ടീം. ഇവിടെ യാവു അവളുടെ ടീമിലേക്ക് വരുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് യാവു ക്യുവാന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യാവു ആകട്ടെ തൻ്റെ പുതിയ ടീം മെമ്പേഴ്സിനോട് എങ്ങനെയെങ്കിലും ക്ലോസ് ആകാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്, അവരെ ഏതെങ്കിലും വിധത്തിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ ആ മെമ്പേഴ്സ് ആരും അവളോട് അധികം സംസാരിക്കാനോ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അവളെ ബോസ് ലേഡിയായിട്ടാണ് കാണുന്നത്. സോ അവളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനാണ് രണ്ടുപേരും ശ്രമിക്കുന്നത്. ഇതെല്ലാം കണ്ട് യാവു ആകട്ടെ ഒരുപാട് സാഡ് ആകുന്നു. ഹാഫ് ഡേയും ഒരു വർക്കും ചെയ്യാതെ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ലിയാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. പ്ലീസ് എനിക്ക് എന്തെങ്കിലും വർക്ക് തരൂ. ഇവരാരും എൻ്റെ ഒരു ഹെൽപ്പും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ലിയാങ് ആകട്ടെ പ്രോപ്പറായിട്ടൊരു വർക്കും യാവിന് കൊടുക്കുന്നില്ല. അവളെ ഏൽപ്പിക്കുന്നത് ഫയൽ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ, ഏതെങ്കിലും ബുക്ക് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ, വരുന്ന വഴിക്ക് ടേക്ക് ഔട്ട് കൊണ്ടുവരാൻ, കോഫി കൊണ്ടുവരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവളെ ഫുൾ ഓടിപ്പിക്കുന്നുണ്ട്. യാവുനെ ഫുൾ ഡേ ഓഫീസിൽ കാണാതെ ആകുമ്പോൾ ക്യുവാന് ചെറുതായിട്ട് വറി ഫീൽ ചെയ്യുന്നു. കാരണം അവൾ ഫുൾ ടൈം വെളിയിലാണ്. ബോസ് വറിയേണ്ട ആവശ്യമില്ല. യാവു താങ്കളെ സഹിച്ച സ്ഥിതിക്ക് ലിയാങ്ങിനെ ഈസിയായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് യൂഫി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യാവു വീട്ടിലേക്ക് വരുമ്പോൾ ക്യുവാൻ യാവുവിന് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ആ ശ്രമം പാഴായി. കാരണം ഡിന്നർ ഫുൾ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ അവളുടെ അടുത്തിരുന്ന് അവളുടെ കാലിൽ തടവി കൊടുക്കുന്നുണ്ട്. കാരണം അന്ന് ഫുൾ ഡേ യാവു അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് അവർ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളെ അവർ രണ്ടുപേരും റിലേഷനിലായിട്ട് 100 ഡേയ്സ് ആകുകയാണ്. സോ 100 ഡേ സെലിബ്രേഷൻ ചെയ്യാൻ അവർ തീരുമാനിക്കുന്നു. ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനും മറ്റുമെല്ലാം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്യുവാൻ യാവുവിന് വേണ്ടി ജ്യൂസും മറ്റും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയിലായിരുന്നു. നെക്സ്റ്റ് ഡേ ഓഫീസിൽ തങ്ങളുടെ 100th ഡേ ആനിവേഴ്സറിക്ക് ക്യുവാന് ഗിഫ്റ്റ് കൊടുക്കാനായി യാവു കുറെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവൾ ഒരു കപ്പിൾ നെക്ലേസ് കാണുന്നുണ്ട്.
ഇത് നോക്കിയിരിക്കുമ്പോൾ ലിയാങ് അവിടേക്ക് വരുന്നു. ലിയാന്റെ ഫുൾ ശ്രദ്ധയും എപ്പോഴും യാവുലാണ്. നീ ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്യുവാൻ ആണെങ്കിൽ എനിക്ക് തോന്നില്ല ക്യുവാന്റെ പേഴ്സണാലിറ്റിക്ക് ഇത് മാച്ച് ആകുമെന്ന്. എന്നിട്ട് അവരുടെ കോളേജ് ടൈമിലെ കുറെ കാര്യങ്ങളെല്ലാം ലിയാങ് യാവിനോട് പറയുന്നുണ്ട്. തനിക്ക് ക്യുവാനെ നന്നായിട്ട് അറിയാമെന്ന് ഒരു വിധത്തിൽ യാവിനെ അറിയിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് ഇവിടെ തോന്നുന്നത്. എന്നിട്ട് ഇൻഡയറക്ട്ലി യാവിനോട് നീ ഒരു യങ് ഗേൾ ആണ്, അതുകൊണ്ടാണ് അവൻ നിന്നിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. യങ് ഗേൾ ഫ്രണ്ട്സിനോട് ഒരാളും അവളുടെ സീക്രട്സ് ഒന്നും പറയാറില്ലെന്നും അവൾ പറയുന്നു. അതിനുശേഷം ലിയാങ് യാവുനെ തന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് അവൾക്ക് ഒരു വലിയ ഫയല് കൊടുക്കുന്നുണ്ട്. ഈ ഫയലാകട്ടെ ഇംഗ്ലീഷിലും. അവൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫയല് കൊടുക്കുന്നത്. പക്ഷേ അവൾ ഓർഡർ കൊടുക്കുന്നത് വളഞ്ഞു തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടാണ്. ഡയറക്റ്റായിട്ട് അവൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് യാവിന് മനസ്സിലാവാത്ത രീതിയിൽ. സോ യാവ് വിചാരിക്കുന്നത് ലിയാങ് തനിക്ക് ഈ ഫയല് തന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. പാവം യാവു ഫുൾ ഡേ ഈ ഫയൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ യാവുവിന്റെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് വരുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വിളിക്കാൻ. പക്ഷെ യാവു ആകട്ടെ അവളുടെ വർക്കിൽ ഒരുപാട് ഇൻവോൾവ് ആയിരുന്നു. ക്യുവാനും അവളുടെ അടുത്തേക്ക് വരുന്നു. കാരണം ഇന്ന് ഫുൾ ഡേ യാവു ഒന്നും കഴിച്ചിട്ടില്ല. അവളുടെ ഫേസും സാഡായിട്ടിരിക്കുകയായിരുന്നു. ഇതവൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ ലിയാങ് ഒരുപാട് ജലസാകുന്നു. അവൾ അപ്പോൾ തന്നെ യാവുവിനെ തന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. യാവു താൻ ചെയ്ത ട്രാൻസ്ലേഷനുമായി ലിയാങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഓൾറെഡി എൻ്റെ പക്കലുണ്ട്. നിനക്ക് എന്താ ഈ ചെറിയ കാര്യം പോലും മനസ്സിലായില്ലേ? ഞാൻ നിന്നോട് ഇത് സ്റ്റഡി ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ലിയാങ് സംസാരിക്കുന്നത് ഒരുപാട് സ്വീറ്റ് ആയിട്ടാണ്. ഇൻഡയറക്ട്ലി അവൾ എന്താ ഉദ്ദേശിക്കുന്നത് ആർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാകില്ല. അതിനുശേഷം അവൾ യാവുവിനോട് നമ്മുടെ ജുൻഹെങ്ങിന് വേണ്ടി സോഴ്സസ് കളക്ട് ചെയ്യാൻ നീ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നു. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും യാവു ഒരുപാട് ടെൻഷനിലായിരുന്നു. കാരണം ഇന്ന് ക്യുവാന്റെ കൂടെ അവരുടെ 100th ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ യാവുന് പോകേണ്ടതാണ്. ക്യുവാനും ഓഫീസിൽ ഇറങ്ങി നോക്കുമ്പോൾ യാവു ഇതുവരെ വന്നിട്ടില്ല. അവൾ ഫുൾ ഡേ വെളിയിലായിരുന്നു. അവൻ വളരെ വറീഡ് ആകുന്നുണ്ട്. ഇവിടെ യാവു കോൺഫറൻസിന് ശേഷം എല്ലാവരോടും ബൈ പറഞ്ഞ് പെട്ടെന്ന് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ അവളെ ഒരു ലോയർ കാണുന്നുണ്ട്. ലോയർ ലീ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. തനിക്കിപ്പോൾ അർജന്റായി മറ്റൊരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ അവൾ വീട്ടിലേക്ക് വരുന്നു. വന്ന ഉടനെ ക്യുവാനെ വിളിക്കുന്നുണ്ട്. റൂമിൽ വന്ന് നോക്കുമ്പോൾ ക്യുവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് നൈറ്റിൽ തന്നെ ക്യുവാന് ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി മറ്റൊരു സിറ്റിയിലേക്ക് പോകേണ്ടതാണ്. ഫ്ലൈറ്റ് എല്ലാം അവൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തന്നെ കാണാതെ ക്യുവാൻ പോയി കാണുമെന്ന് യാവ് വിചാരിക്കുന്നു. അവൾ ഒരുപാട് സാഡ് ആകുന്നുണ്ട്. അപ്പോൾ ക്യുവാൻ കേക്കുമായി വന്ന് അവളുടെ മുന്നിൽ നിൽക്കുന്നു.